ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ 9ാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആനന്ദ ഏവാസ്തി ഭാതി ന അന്യ കശ്ചിത് അതോഖിലം ആനന്ദഘനമന്യൻ ന വിനാനന്ദേന വിദ്യതേ. ആനന്ദ ഏവാസ്തി ഭാതി ന അന്യ കശ്ചിത് അതോഖിലം ആനന്ദഘനമന്യൻ ന വിനാനന്ദേന വിദ്യതേ. ഇതാണ് ശ്ലോകം. ആനന്ദ ഏവ അസ്തി, ആനന്ദ ഏവ ഭാതി, അന്യ കശ്ചിത് ന, അതഃ അഖിലം ആനന്ദഘനം ആനന്ദേന വിനാ അന്യത് ന വിദ്യത്തെ. ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ആനന്ദ ഏവ അസ്തി, ആനന്ദം തന്നെ ഉണ്മയോടുകൂടിയത് അഥവാ അസ്തിത്വമുള്ളത്. ആനന്ദ ഏവ ഭാതി, ആനന്ദം തന്നെ പ്രകാശിക്കുന്നു. അന്യ കശ്ചിത് ന, മറ്റൊന്നും ഇല്ല. അതഹ, അതുകൊണ്ട് അഖിലം ആനന്ദഘനം, എല്ലാം ആനന്ദഘനമാകുന്നു. ആനന്ദേന വിന, ആനന്ദത്തോടുകൂടി അല്ലാത്തതായി, അന്യത് ന വിദ്യതേ, മറ്റൊന്നും അറിയപ്പെടുന്നില്ല. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ആനന്ദം തന്നെ യഥാർത്ഥത്തിൽ ഉള്ളത്, ആനന്ദം തന്നെ പ്രകാശിക്കുന്നു, മറ്റൊന്നും ഇല്ല തന്നെ. അതുകൊണ്ട് എല്ലാം ആനന്ദഘനമാകുന്നു. ആനന്ദത്തോടുകൂടി അല്ലാത്തതായി മറ്റൊന്നും അറിയപ്പെടുന്നില്ല. ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ആനന്ദത്തിൽ നിന്നുമാണ് എല്ലാം ഉണ്ടായി വരുന്നത്. ആനന്ദത്തിലാണ് എല്ലാം നിലകൊള്ളുന്നത്. ആനന്ദത്തിലേക്കാണ് എല്ലാം ചെന്നു ലയിക്കുന്നത്. തൈത്തിരീയോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ ശ്ലോകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിലുള്ള അനാത്മക വസ്തുക്കളെ ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കിയാൽ അതിന് 5 അംശങ്ങളുള്ളതായി കാണാം എന്ന് ദൃഗ്ദൃശ്യ വിവേകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അസ്ഥിഭാതി പ്രിയം രൂപം നാമചേത്യം പഞ്ചകം ആദ്യത്രയം ബ്രഹ്മരൂപം ജഗദ്രൂപം തതോദ്വയം എന്നാണ് ആ ശ്ലോകം. ഈ പ്രപഞ്ചം അസ്ഥി, ഭാതി, പ്രിയം, നാമം, രൂപം എന്നീ 5ന്റെയും യോഗമാകുന്നു അഥവാ പഞ്ചകമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അസ്ഥി എന്ന് പറയാൻ സത്താണ്, ഭാതി ചിത്താണ്, പ്രിയം ആനന്ദമാണ്, രൂപം ആകൃതിയാണ്, അതുപോലെ നാമം പേരാണ്. അപ്പം ഇങ്ങനെ 5ആയിട്ട് പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളെയും മനസ്സിലാക്കാം. സർവ്വതും ഈ 5ന്റെ പഞ്ചകമാകുന്നു, ഈ 5ന്റെ യോഗമാകുന്നു. ഇതിൽ ആദ്യത്തെ 3 സത്തും ചിത്തും ആനന്ദവും, അത് ബ്രഹ്മസ്വരൂപവും. അവസാനത്തേത് 2, അതായത് പേരും ആകൃതിയും ജഗത് സ്വരൂപമാകുന്നു എന്നുമാണ്
ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നാമരൂപങ്ങളോടുകൂടിയ പ്രപഞ്ചവും സച്ചിദാനന്ദ സ്വരൂപമായ ബ്രഹ്മവും അനന്യമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അദ്വൈത ദീപിക എന്ന കൃതിയിൽ ഇക്കാര്യം കുറെ കൂടി സമഗ്രതയോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ആനന്ദമസ്തി അതു ഭാതി അതൊന്നു തന്നെ താൻ, അന്യമോർക്കിൽ അതു നാസ്തി ന ഭാതി സർവം, കാനൽ ജലം ഗഗനനീലമസത്യമഭ്രസൂനം, നിനക്കിൽ ഗഗനം പരമാർത്ഥമാകും. ഇതാണ് ആ ശ്ലോകം. അദ്വൈത ദീപികയിലെ 15ാമത്തെ ശ്ലോകമാണിത്. ആനന്ദം ഉള്ളതാകുന്നു, അതാകുന്നു പ്രകാശിക്കുന്നത്. ആനന്ദവും പ്രകാശവും ഒന്നു തന്നെയാകുന്നു. ഏകമായ പരം പൊരുൾ തന്നെ ആനന്ദവും അസ്ഥിയും പ്രകാശവും. മറ്റുള്ളതൊന്നിനും അസ്തിത്വമില്ല, അവയൊന്നും പ്രകാശിക്കുന്നുമില്ല. കാനൽ ജലവും ആകാശനീലവും അഭ്രസൂനം, അതായത് മേഘപുഷ്പം അഥവാ മഴവില്ല് മുതലായവയൊന്നും സ്വന്തമായ ഉണ്മയോടുകൂടിയവയല്ല. വിചാരം ചെയ്തു നോക്കിയാൽ ആകാശവും പരമമായ അർത്ഥത്തിൽ ചിദാകാശത്തിൽ വിലയം പ്രാപിക്കുന്നതാണ്. ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ മാത്രമാണ് സത്യമായിട്ടുള്ളത്. ആത്മാവിനെ ഉണർത്തി പരിപൂർണതയിൽ വിലയിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായമാണ്, അല്ലെങ്കിൽ ആനന്ദ സ്വരൂപ വർണ്ണനയാണ് ഭംഗ്യന്തരേണ ഈ ശ്ലോകത്തിൽ ഗുരു നടത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.